ജൂലൈ 31 വരെയുള്ള ഗ്രഹസ്ഥിതികളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശകലനം ചെയ്തത്. 3 ദിവസത്തെ ഇടാൻ പറ്റിയില്ല. പിന്നെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുകയായിരുന്നു പിന്നെയും ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന്. കാരണം ഭൂകമ്പങ്ങൾ ഈ കുജനും ശനിയും അവർ പരസ്പര ദൃഷ്ടിയിൽ വരുമ്പോഴോ ഏതെങ്കിലും തരത്തിൽ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോഴോ ചെയ്യുമ്പോഴാണ് ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറ് സാധാരണ. ഇതിപ്പം തുടർച്ചയായിട്ട് 6ൽ കൂടുതലുള്ള ഭൂകമ്പങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് 7 വരുന്നുണ്ട്. ഏറ്റവും വലിയ ഭൂകമ്പങ്ങളിലൊന്നായ 8.8 വരെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതൊന്നും വെറുതെ കളയരുത്. കാരണം നമ്മൾ നേരിട്ട് പ്രൊഡിക്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഭൂകമ്പങ്ങൾ ആർക്ക് വേണമെങ്കിലും പ്രൊഡിക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ കോട്ടയത്തെ ആ സംഭവമൊന്നും അങ്ങനൊന്നും പറയാൻ പറ്റുന്നതല്ല. അതുപോലെ ഓരോരോ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ഈ അമ്യൂസ്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായാലും ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ തന്നെ ഒരു റൈഡൊക്കെ ഒടിഞ്ഞു വീഴും അങ്ങനെയൊക്കെ ചെയ്തില്ലയോ. അങ്ങനെ പലയിടത്ത് പല പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ കലാരംഗത്തുള്ളവർ പ്രശസ്തരായവരെയൊക്കെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവർക്കും ഉണ്ടാകുന്നുണ്ട്, അല്ലാതെ അവർക്ക് കേസുകളും ഒക്കെ ഉണ്ടാകുന്നില്ലേ. അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഈ വാർത്തകളിൽ മുങ്ങിപ്പോകുന്ന ചില വാർത്തകളുമുണ്ട്, അതും കൂടെ നമ്മളൊന്ന് നിരീക്ഷിക്കണം. പണ്ടൊട്ടെ ഒബ്സർവ് ചെയ്ത ഒരു കാര്യമാണ്. ഇപ്പോൾ ചൊവ്വ, വെള്ളി, പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കലാകാരന്മാർക്ക് രാഷ്ട്രീയക്കാർക്ക് ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ രംഗത്തുള്ളവരൊന്ന് സൂക്ഷിച്ചു കൊള്ളണം. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റുകയുള്ളൂ. ആ രംഗത്തുള്ളവരൊന്ന് സൂക്ഷിച്ചോണം. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ശിവനമ്പലത്തിൽ ചെന്ന് മൃത്യുഞ്ജയ അർച്ചന കഴിപ്പിക്കുകയോ അവരുടെ പേരിൽ അർച്ചനകൾ കഴിപ്പിക്കുകയോ അവർക്ക് അറിയാവുന്നവരായാലും ചെയ്താൽ മതി. അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ദോഷം അങ്ങ് കുറഞ്ഞു പോകും. ഇപ്പോൾ തന്നെ തുടരെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോന്നും. അതുകൊണ്ട് പറയുകയാണ്. നമ്മളപ്പോൾ ഈ ശുക്രന് ശനി ദൃഷ്ടിയിൽ നിൽക്കുകയാണ്. ഒപ്പം രാഹു ദൃഷ്ടിയും കൊണ്ടുണ്ട്. അപ്പോൾ 2 വലിയ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ട്. കുജന്റെ രാശിദൃഷ്ടിയുമുണ്ട്. ഇതെല്ലാം കൂടെ ആവുമ്പോൾ ആ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം തന്നെ വലിയ, അതുപോലെ തന്നെയാണ് ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു പ്രത്യേക സ്ഥിതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനകൾ മൂലം അത് മാറ്റാൻ പറ്റും. ഗുരുവിനെ അത്രയൊന്നും അഫക്റ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ഗുരുവിന് അസ്വസ്ഥത്വത്തിലോട്ടും മൂലത്രികോണ രാശിയിലോട്ടുമൊക്കെ ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ അതിൻ്റെ തൊട്ട ഉച്ച ക്ഷേത്രത്തിന് അടുത്ത് തന്നെ നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഗുരുവിനൊരിച്ചിരി ആശ്വാസം കിട്ടും. പക്ഷേ ശുക്രൻ അത് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ആ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. പിന്നെ കുജന് ശനിദൃഷ്ടി ഉള്ളതുകൊണ്ട് ആ കുജനുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ചും ആരോഗ്യരംഗം, പിന്നെ പ്രതിരോധ രംഗം, കെമിക്കലുമായിട്ടൊക്കെ ബന്ധമുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വളരെയധികം സൂക്ഷിക്കണം. ശനിയുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവർ, ഒരുപാട് കഠിനമായ അധ്വാനങ്ങൾ ചെയ്യുന്നു, തൊഴിലാളി വർഗം അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ തൊഴിലാളി വർഗം അവയുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം തന്നെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. ഇപ്പം മിക്കവാറും എല്ലാ മേഖലയും പറഞ്ഞു കഴിഞ്ഞു. അവരെല്ലാം തന്നെ, അതായത് എല്ലാവരും ഒന്നും സൂക്ഷിക്കേണ്ട സമയമാണ്. ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സ്ത്രീകളുമായിട്ട് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറയുമ്പോൾ സ്ത്രീകൾ അതിനകത്ത് വരുന്നതാണ്. ചന്ദ്രനുമായിട്ടും വരും, ശുക്രനുമായിട്ടും വരും. കൂടുതൽ നമ്മൾ ശുക്രനുമായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ആ സ്ത്രീകൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശുക്രൻ വിവാഹ ബന്ധങ്ങൾ, ആ വിവാഹ ബന്ധങ്ങൾ കാരണം ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടായി എന്തെല്ലാം പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടരെ പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ബുധൻ വക്രത്തിലാണ്, ശനി വക്രത്തിലാണ്. അപ്പോൾ ഇങ്ങനെ വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെയാണ് നമ്മളുടെ ഒബ്സർവേഷനിൽ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ബുധന് രാഹു ദൃഷ്ടിയും കൊണ്ട് എന്തെല്ലാം വാക്പിഴകളാണ് വരുന്നത്. ഇപ്പോൾ രവിക്കൊപ്പം നിൽക്കുന്നത് തന്നെ നമ്മൾ നോക്കിയാൽ മതി. രാഷ്ട്രീയ രംഗത്തൊക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ മീഡിയയിലുള്ളവർക്കൊക്കെ എന്തെല്ലാം വാക്പിഴകളാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കിയാൽ മതി. അതുപോലെ അവർക്കുള്ള ചാകര എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഇങ്ങനെ വാർത്തകളാണ്. ഏത് വാർത്തയാണ് പറയേണ്ടതെന്ന് വാർത്താ ചാനലുകൾക്ക് കൺഫ്യൂഷനാണ്. അതുപോലെ വാർത്തകളാണ്. പല വാർത്തകളും വെളിയിൽ വരുന്നില്ല. അവിടുത്തെ സ്ഥിതിയല്ല, എല്ലായിടത്തെയും സ്ഥിതി ഇത് തന്നെയാണ്. മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലെയും സ്ഥിതി ഇത് തന്നെയാണ്. ഓരോരോ വാർത്തകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ നമ്മൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, വളരെ മുമ്പുകൾ ഉള്ള കാലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കുറ്റകൃത്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് ശനിക്ക് ഗുരുദൃഷ്ടി, അതായത് കർമ്മ ധർമാധിപതി
യോഗം, അങ്ങനെയുള്ള ഒരു യോഗം ഇപ്പോൾ ഉണ്ട്. ഈ രാശി ദൃഷ്ടി വെച്ചാണ് നമ്മൾ പറയുന്നത്, ജെമിനി മഹർഷിയുടെ രാശി ദൃഷ്ടി വെച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള യോഗം വന്നതുകൊണ്ടാണ് ഈ പഴയ കാലത്തുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരിടത്തല്ലോ പലയിടത്ത് ഇങ്ങനെ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതികളാണ് ഈ കാണിച്ചിരിക്കുന്നത്. രാശിദൃഷ്ടിയാണ് ഈ നീല കളറ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ വിഷയോഗമുണ്ട്, അഗ്നിമാരുത യോഗമുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ ഈ ശുക്രന് ശനി ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കുഴപ്പങ്ങളുമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കുഴപ്പങ്ങളുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് ഈ കാണിച്ചിരിക്കുന്നത് മാത്രം. ഇനിയുമുണ്ട് വേറെ. ഇത് തന്നെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ മൂലം പൂരാടം നാളുകളിലെ തൃക്കേട്ട, അതായത് നാളെ മറ്റന്നാൾ അതിൻ്റെ അടുക്കെ അങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്തെല്ലാം സംഭവിക്കുന്നു, അതായത് 5-ാം തീയതി തൊട്ട് ഒരു 7-ാം തീയതി വരെ ഈ ലോകത്ത് എന്തെല്ലാം സംഭവിക്കുന്നു നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അത് തടയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ വിഷയോഗം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ പണ്ടൊക്കെ സന്ധ്യാസമയത്ത് വീട്ടിൽ ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ കൊടുക്കുന്ന അതുണ്ടായിരുന്നു. അത് ചന്ദനത്തിരികൾ കത്തിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ വളരെയധികം കുറവാണ്. അങ്ങനെ ആ ധൂമം, അതുകൊണ്ട് ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ അഗ്നിമാരുത യോഗം, അതായത് അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരുപാട് വിളക്കുകൾ ഇങ്ങനെ കത്തിക്കുക, പിന്നെ പടക്കം പൊട്ടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ പടക്കശാലകളൊക്കെ ശ്രദ്ധിക്കേണ്ട സമയവുമാണ്. അങ്ങനെ വരുമ്പോൾ പടക്കങ്ങൾ വിൽക്കാമോ എന്ന് അറിയത്തില്ല. അല്ലാതെ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാത്ത പടക്കങ്ങളില്ലേ, വലിയ വലിയ ശബ്ദങ്ങളില്ലാത്ത പടക്കങ്ങളൊക്കെ ഇല്ലേ, അത് നമുക്ക് സയൻസൊക്കെ ഇത്രയും ഡെവലപ്പായില്ലേ, അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ അണയത്തക്ക രീതി, എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ തന്നാൽ പെട്ടെന്ന് തന്നെ തീ അണയത്തക്ക രീതിയൊക്കെ ഉണ്ട്. അത് ഈ പടക്ക നിർമ്മാണശാലകളിലൊക്കെ നമ്മൾ കമ്പൽസറി ആക്കണം. അവിടെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതുപോലെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ കറണ്ടൊക്കെ ആയാലും, ഇപ്പോൾ സ്കൂളുകളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നില്ലേ, അപ്പോൾ ആ സ്കൂളുകളിലെല്ലാം കറണ്ടിങ്ങും വയറിങ്ങും എല്ലാം നല്ലതാണോ എന്ന് നോക്കണം. ഒരു പ്രശ്നം വരും, കുറച്ച് കാലത്തേക്ക് അതിങ്ങനെ കത്തി നിൽക്കും, പിന്നെ അതങ്ങ് അണയും. അങ്ങനെയല്ല വേണ്ടുന്നത്. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴേ നമ്മൾ പിന്നീട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നോക്കുകയാണ് വേണ്ടുന്നത്. അപ്പോൾ ഈ ഗ്രഹസ്ഥിതികൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഗ്രഹങ്ങളെ മാറ്റിവെക്കാൻ പറ്റുകയില്ല, പക്ഷേ അവരെ ശാന്തരാക്കി നിർത്താൻ നമുക്ക് പറ്റും. ഇപ്പോൾ ഇങ്ങനൊരു യോഗം ഭൂമിക്ക് കാണുമ്പോഴേ, അഗ്നിമാരുത യോഗം കാണുമ്പോഴേ ഈ അമ്പലങ്ങളിലൊക്കെ വിളക്കുകൾ ഇങ്ങനെ കത്തിക്കുക, വീടുകളിലായാലും പുറത്തൊരു വിളക്ക് കത്തിക്കുകയോ, പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പുക വയ്ക്കുന്നതുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടോ എന്നറിയത്തില്ല. അത് ചെയ്യാം. വിഷയോഗം വരുമ്പോഴേ ഇങ്ങനെ ചെയ്യാം. പിന്നെ വിഷയോഗം വരുമ്പോഴേ ഈ ഓടകളൊക്കെ ഇല്ലേ, അവിടോട്ടൊക്കെ ഇറങ്ങാതെയൊക്കെ സൂക്ഷിക്കണം. അതുപോലെ മാലിന്യം കുഴികളിലൊക്കെ ഇറങ്ങാതൊക്കെ സൂക്ഷിക്കണം. ആ മാലിന്യമൊന്നും കത്താതിരിക്കാനുള്ള നടപടികൾ എടുക്കണം. അതുപോലെ തന്നെയാണെങ്കിൽ ഫാക്ടറികളൊക്കെ വളരെയധികം സൂക്ഷിക്കണം. എന്തെങ്കിലും ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഒക്കെ സൂക്ഷിക്കണം. ഇപ്പം പിന്നെ ലോകത്തിന് വലിയൊരു ഗുണം എന്ന് നമ്മൾ പറഞ്ഞുകൂടെ, ഒരുപാട് ആളുകൾ അതുകൊണ്ട് അനുഭവിക്കുന്നതാണ്. എന്നാലും ആ യുദ്ധം ഇങ്ങനെ നടക്കുന്നതുകൊണ്ട്, ആ പ്രദേശത്ത് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് മറ്റുള്ള പ്രദേശങ്ങൾക്കൊരു ചെറിയ ആശ്വാസമുണ്ട്. അവിടെയെങ്ങും അമ്പലങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അമ്പലങ്ങൾ ഉള്ളിടത്താണെങ്കിൽ ഈ ചുറ്റുവിളക്ക്, അങ്ങനെയൊക്കെയുള്ള ലക്ഷദീപാർച്ചന, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ, അതൊക്കെ ചെയ്യണം. അത് ചെയ്യുമ്പോൾ ഇതെല്ലാം കുറഞ്ഞു പോകും, ഈ ദോഷങ്ങളെല്ലാം കുറയും. അതിനുവേണ്ടിയാണ് അതൊക്കെ പണ്ടുള്ളവർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനുവേണ്ടിയുള്ള മന്ത്രങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. അതൊന്നും ഇപ്പോൾ വെളിയിൽ വന്നിട്ടില്ല. കുറേയൊക്കെ ഇങ്ങനെ കുറേ പേര് കടത്തിക്കൊണ്ട് പോയിട്ടില്ലേ പണ്ട് വിദേശികളൊക്കെ വന്നപ്പോൾ, അതുകൊണ്ടൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ കുറേ പേര് കണ്ടുപിടിക്കുന്ന രാഗങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരാളെ കൊണ്ട് തന്നെ എത്രയാണ് പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് മഴ നിർത്താനുള്ള രാഗം അറിയാം, മഴ പെയ്യ്ക്കാനുള്ള രാഗം അറിയാം, അങ്ങനെ ചില രാഗങ്ങളൊക്കെ അറിയാം എന്നും പറഞ്ഞ് എല്ലാം കൂടെ ഒന്നിച്ച് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും കൂട്ടായിട്ടിരുന്ന് പഠിക്കുന്ന ഒരു കാലം വരണം. നമ്മുടെ ഈ വീഡിയോകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ടേ പോകുന്നുണ്ടെങ്കിലും കുറച്ച് പേരുടെ കൈകളിൽ എത്തുന്നുണ്ട്. അവരത് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നും വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതൊക്കെ പോട്ടെ. പിന്നിപ്പോൾ കാലാവസ്ഥ പ്രവചനങ്ങൾ വന്നിട്ടില്ലേ, അപ്പോൾ വലിയ മഴയ്ക്കുള്ള കാലാവസ്ഥാ പ്രവചനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മഴ കുറയ്ക്കാനുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അത് നോക്കി അത് വെച്ചോളണം. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ മഴ കുറവുണ്ട്, മഴയുണ്ട്, പക്ഷേ ആവശ്യത്തിനുള്ള മഴ പെയ്യുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ മഴ കുറയ്ക്കാനായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെള്ളമില്ലാതായി പോകും.
പിന്നെ വലിയ റിക്വസ്റ്റൊക്കെ വരികയാണെങ്കിൽ അത് അപ്പോൾ നോക്കാം. നമുക്കിപ്പോൾ പലയിടത്തും പ്രളയങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ മാറ്റം വരുമ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അങ്ങനെ ആ പ്രളയം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹങ്ങൾ നിൽക്കുന്ന നക്ഷത്രങ്ങൾ നോക്കണം. ആ ഗ്രഹങ്ങൾ നിൽക്കുന്ന നക്ഷത്രങ്ങളിൽ ശുഭ നക്ഷത്രങ്ങളുണ്ട്, ശുഭഗ്രഹ നക്ഷത്രങ്ങളുണ്ട്. ആ ഒരൊറ്റ നക്ഷത്രം പോലുമില്ല. അപ്പോൾ ബുധൻ അല്ലയോ എന്ന് ചോദിച്ചാൽ ബുധൻ പാപഗ്രസ്തനാവുമ്പോൾ പാപന്റെ ഫലമാണ് തരുന്നത്. അപ്പോൾ ശുഭഗ്രഹങ്ങൾ, അതായത് ശുക്രന്റെ നക്ഷത്രത്തിലോ ഗുരുവിന്റെ നക്ഷത്രത്തിലോ ചന്ദ്രന്റെ നക്ഷത്രത്തിലോ ഒന്നും നിൽക്കുന്ന ഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാം തന്നെ ശനി നക്ഷത്രങ്ങളും കുജ രാഹു നക്ഷത്രങ്ങളിലുമാണ് നിൽക്കുന്നത്. ധനുവിലോട്ട് ഗുരുദൃഷ്ടി ഉണ്ടല്ലോ, രാജദൃഷ്ടി, അതുള്ളത് കൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയത്തില്ല. എന്നാൽ ഈ മൂലത്തിൻ്റെ അന്നാണ് നമ്മൾ പിന്നെ ഒരു വലിയ ഭൂകമ്പം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു നക്ഷത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് നമ്മൾ പറയുന്നതെന്നും, പക്ഷെ ഫലത്തിന് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. അതായത് ഭൂമി ഇപ്പോൾ വലിയ വേഗത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത്രേ. അതുകൊണ്ടായിരിക്കാം ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അല്ലെങ്കിൽ കറക്റ്റ് ആ നക്ഷത്രത്തിൽ തന്നെ വരേണ്ടതാണ്. ഒരു ചെറിയ നക്ഷത്രം ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറിൻ്റെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ മൂലത്തിൻ്റെ അന്ന്, അതായത് ആ ഗന്ധാണ്ട സമയത്ത്, തൃക്കേട്ടയിൽ നിന്ന് മൂലത്തിലോട്ട് കിടക്കുന്ന ആ ഗന്ധാണ്ട സമയത്ത് വളരെയധികം സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ വലിയ വലിയ അഗ്നിബാധകൾ ഉണ്ടാകാതെ ഒന്ന് സൂക്ഷിക്കണം. അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ആഡംബര കെട്ടിടങ്ങളിലൊക്കെയാണ്. അതുപോലെ മണ്ണിടിച്ചിൽ, വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ വന്യമൃഗ പ്രത്യേകിച്ചും പട്ടികടി ആ ദിവസങ്ങളിൽ ഉണ്ടാകുന്നു നോക്കണം. പ്രത്യേകിച്ചും കേതുവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എന്താണ് കുഴപ്പമെന്ന് ഒന്ന് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് കേതുവുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ അങ്ങോട്ട് ബന്ധപ്പെട്ടതെന്ന്. കൺഫ്യൂഷനുണ്ട് അതിൽ. അതുകൊണ്ടാണ് എല്ലാവരും തന്നെ പട്ടികളെയൊക്കെ ഒന്ന് പ്രത്യേകം സൂക്ഷിച്ചോളണം. കയ്യിലൊരു ചെറിയ കല്ലോ വടിയോ എന്തെങ്കിലുമൊക്കെ കരുതിയാൽ മതിയല്ലോ. പട്ടി ഒത്തിരി ഉള്ളിടത്തോട് പോകുമ്പോൾ ഗവൺമെൻറ് എന്തായാലും ഒന്നും ചെയ്യത്തില്ല, ഒരു ഗവൺമെൻറ്റുകളും ചെയ്യുന്നില്ല. പിന്നെ പറഞ്ഞിരിക്കുന്ന മൃഗങ്ങൾ പുലി, ആനയും കേതുവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയാറ്. പിന്നെ അത് തർക്കമുള്ള വിഷയമാണ് അതൊക്കെ, അതുകൊണ്ട് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയാത്തത്. പിന്നെ കുരങ്ങിനെയും ശനിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ സൂക്ഷിച്ചോളണം. കഴിയുന്നതും കയ്യിൽ ഇപ്പോൾ ബാഗൊക്കെ കൊണ്ട് ഓരോരുത്തർ പ്രതിരോധിക്കുന്ന കണ്ടിട്ടില്ലേ. അതുകൊണ്ട് ആ ബാഗ് പോലെയൊക്കെയുള്ള ഒരു സാധനം, വെറും കൈയോടെയൊന്നും പോവാതിരിക്കുക, ബാഗ് പോലെയൊക്കെയുള്ള ഒരു സാധനം കരുതുക. ശനിപ്രീതി നടത്തുന്നതുകൊണ്ട് ഈ ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു പോകുന്നു. അത് ഹനുമാൻ ചാലീസ പോലെയൊക്കെയുള്ളത് ചെയ്യുന്നത് കൊണ്ടും നാഗരാജ ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനം നടത്തുമ്പോൾ ഈ പാമ്പുകളെ കൊണ്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറിപ്പോകും. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു, അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് കൊണ്ടും ഒക്കെ കുറേ ദോഷങ്ങൾ അങ്ങ് മാറിപ്പോകും. ഏറ്റവും നല്ലത് ശിവാരാധന തന്നെയാണ്. പറഞ്ഞല്ലോ, ശനിയും ഗുരുവും ഒന്നും പിന്നെ രാശി മാറിയിട്ടില്ല. കുജൻ രാശി മാറിയെങ്കിലും കൂടുതൽ ദോഷത്തിലോട്ടല്ലേ വന്നിരിക്കുന്നത്. രാഹുവും കേതുവും എല്ലാം അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ മെയ് തൊട്ട് പറഞ്ഞിരുന്ന ഗ്രഹസ്ഥിതികളാണ് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബുധൻ വക്രത്തിലുമാണ്. ഇങ്ങനെയെല്ലാം ആകുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ്. പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികളും എല്ലാ ബിസിനസ് രംഗത്തുള്ളവരും മീഡിയയിൽ പ്രവർത്തിക്കുന്നവരുമൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ട സമയമാണ്. കാരണം കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാകാതെ ഒന്ന് സൂക്ഷിച്ചു കൊള്ളണം. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവരും, അതായത് എല്ലാ രംഗത്തുള്ളവരും സൂക്ഷിക്കേണ്ട സമയമാണ്. നമ്മൾ പ്രാർത്ഥനകൾ കൊണ്ട് ദോഷങ്ങളെ മറികടക്കേണ്ട ഒരു സമയം തന്നെയാണിത്. ഈ ആഴ്ച എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ കുജൻ്റെ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ രാഹു ബുധന് ദൃഷ്ടിയുള്ളതുകൊണ്ട് രാഹുവിൻ്റെ കാരകത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, അതായത് വിഷസംബന്ധമായിട്ട് മരുന്ന് സംബന്ധമായിട്ടും ഒക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ നോക്കേണ്ടത്. ശനി വലിയ വലിയ യന്ത്രങ്ങൾ, ഇതൊക്കെ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ആ കാരകത്വങ്ങളും നോക്കിയിട്ട് എത്ര സംഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് നടക്കുന്നു. പിന്നെ ഈ അഗ്നിമാരുത യോഗമുള്ളത് കൊണ്ട് തന്നെ ശനിക്കും കുജനും അങ്ങോട്ടും ഇങ്ങോട്ടും ദൃഷ്ടിയുള്ളത് കൊണ്ട് തന്നെ എന്തും വേണ്ടി വലിയ ലാൻഡ് സ്ലൈഡുകളാണ് നടക്കുന്നത്. അതൊന്നും നമ്മൾ നോക്കണം. എവിടെയൊക്കെയാണ് ഇങ്ങനെ മണ്ണിടിച്ചിൽ വളരെയധികം ഉണ്ടാകുന്നത്, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, ആ രാജ്യങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. 6ൽ കൂടുതലുള്ള ഭൂകമ്പങ്ങൾ എന്തായാലും കുറേയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് അതുണ്ടാകുന്നത്, നമ്മൾ രാജ്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോകളിൽ. അത് നോക്കിയിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്തൊന്ന് നോക്കണം. നമുക്ക് എങ്ങോട്ടാണ് എത്തേണ്ടതെന്ന് വെച്ചാൽ ഒരു രാജ്യം വെച്ച് പിന്നെ ഇതൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് പിന്നീട് പറയുന്നതായിരിക്കും. നമ്മുടെ ഭാരതത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ രാശിയിലാണ് ഏതൊക്കെ സ്ഥലങ്ങളെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് പണ്ട് ചോള രാജാക്കന്മാരുടെയൊക്കെ ആ രാജ്യം വെച്ച്.
പാണ്ഡ്യദേശം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വീഡിയോ പിന്നിടാം. പിന്നാണെങ്കിൽ നമ്മൾ ഈ വലിയ ഭൂകമ്പം ഇപ്പോൾ 8.8 ഉണ്ടായില്ലയോ, അതേപോലെ ഉണ്ടാകുന്നുണ്ടോ കടലിനടിയിൽ. ഇപ്പോൾ കടലിനടിയിൽ സംഭവിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര വലിയ സുനാമിയൊന്നും ഉണ്ടാകാഞ്ഞത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് 6-7 തീയതികളിലാണ് കൂടുതലും. ചന്ദ്രൻ മകരരാശിയിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന രീതിയെക്കുറിച്ച് നമുക്ക് സംശയങ്ങളൊന്നുമില്ല, കാരണം അതേപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇനി നമ്മൾ നക്ഷത്രങ്ങളെ വെച്ച് കൂടുതൽ കൃത്യമായിട്ട് പറയാനാണ് നോക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഈ വിവാഹ ജീവിതത്തിൽ ഇങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് വലിയ വലിയ കുഴപ്പങ്ങൾ, അതും പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് പ്രശ്നങ്ങൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ശുക്രൻ രാഹു നക്ഷത്രത്തിൽ നിന്ന് മാറുമ്പോൾ, അതായത് തിരുവാതിരയിൽ നിന്നും ശുക്രൻ മാറുമ്പോൾ അത് കുറയുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഈ കാണിച്ചിരിക്കുന്നതാണ് ശനിയുടെ സ്പെഷ്യൽ ദൃഷ്ടി 3-10 അതുപോലെ ഫുൾ ദൃഷ്ടി 7 പിന്നെ രാശി ദൃഷ്ടി ഉഭയരാശിയിലായതുകൊണ്ട് മറ്റു ഉഭയരാശികളിലോട്ട് ഉണ്ട്. അത് ഭാഗ്യസ്ഥാനത്തോട്ട്, അതായത് 9ാം ഭാവത്തിലോട്ട്, കാലപുരുഷന്റെ 9ാം ഭാവം എന്ന് പറയുന്നത് ധനുരാശിയാണ്. ആ ധനുരാശിയിലോട്ട് ശനിയുടെ രാശി കൊണ്ടുള്ള നോട്ടവുമുണ്ട്, 10ാം സ്പെഷ്യൽ ദൃഷ്ടി എന്ന് പറയുന്ന ആ നോട്ടവും ഉണ്ട്. അവിടോട്ട് തന്നെ ഗുരുവിന്റെ രാശിദൃഷ്ടിയുമുണ്ട്, നോട്ടവുമുണ്ട്. അതുകൊണ്ട് കുറച്ച് കുറയുമായിരിക്കും. എന്നാലും ലോകത്തിനിപ്പോൾ ഒരു ഭാഗ്യ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ, അത് നമ്മൾ ചിന്തിക്കാം. പിന്നെ ശനി ഈ ജലരാശിയിലായതുകൊണ്ട് തന്നെ ജലത്തിൽ പോകുന്ന എല്ലാം സൂക്ഷിക്കണമെന്ന് എപ്പോഴും പറയുന്ന കാര്യമാണ്. ജലത്തിനടിയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. കലാപരിപാടികൾ അതുപോലെയൊക്കെയുള്ള പരിപാടികൾ, പിന്നെ നമ്മൾ എന്തെങ്കിലും വിനോദത്തിനൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ പാർക്കുകൾ ഇങ്ങനെയൊക്കെയുള്ള റൈഡുകളിലല്ലേ ഇത് സംഭവിച്ചത്. അങ്ങനെയൊക്കെയുള്ളത് കഴിയുന്നതും ഒന്ന് ഒഴിവാക്കാൻ നോക്കുക. ഇപ്പോൾ മരണക്കിണറിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചില്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിച്ച് നിൽക്കുക, അല്ലെങ്കിൽ കഴിയുമെങ്കിൽ ഒഴിവാക്കാൻ നോക്കുക. ശുക്രൻ രാശി മാറാൻ കുറച്ച് ദിവസം കൂടി എല്ലാം ഉള്ളൂ. അത്രയും ദിവസം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ശുക്രന് ശനിദൃഷ്ടി വരുന്നതുകൊണ്ടാണ്. അതുപോലെ ഈ കുടുംബപരമായിട്ട് എന്തെങ്കിലും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കഴിയുന്നതും ഒരാൾ കുടിച്ചേച്ച് നിൽക്കുകയാണെങ്കിൽ മറ്റേയാൾ ഓടി രക്ഷപ്പെടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പറഞ്ഞത് കുടിച്ചേച്ച് വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് അലേർട്ടാക്കി, അവരൊക്കെ ഒന്ന് അലേർട്ടായിട്ടിരുന്നാൽ ചിലപ്പോൾ മറ്റേയാളെ രക്ഷിക്കാൻ പറ്റിയേക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ കാള അമൃതയോഗം ഉള്ളത് കൊണ്ട് കുറച്ചൊക്കെ കുറയുമായിരുന്നു പറഞ്ഞു. തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട്. അന്ന് വലിയ ഭൂകമ്പങ്ങളൊന്നും ഉണ്ടായില്ല. അന്ന് ഭൂകമ്പങ്ങൾ വലുതുണ്ടാകാനുള്ള സാധ്യത ഉണ്ടായില്ല. ഇപ്പോൾ ആ യോഗം ഇല്ല. ആരെങ്കിലും പറയുകയാണെങ്കിൽ തെറ്റാണ്. കാളസർപ്പ അമൃതയോഗം ഇപ്പോൾ ഇല്ല ലോകത്ത്. അഗ്നിമാരുത യോഗമാണ്, ശനിയാണ് വക്രത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിരോധ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും ഫാക്ടറികളിലൊക്കെ പ്രവർത്തിക്കുന്നവരൊന്ന് സൂക്ഷിച്ച് എല്ലാം കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. അവർക്കത് പല പല പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരിടത്ത് തന്നെയല്ല, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ യുദ്ധമൊക്കെ നടക്കുന്ന അവിടെയൊക്കെ ഉള്ള നിർമ്മാണശാലകളൊക്കെ വളരെയധികം സൂക്ഷിക്കണം. ഇച്ചിരൂടെ പ്രൊട്ടക്ഷനൊക്കെ കൂട്ടിയാൽ പോരെ. അതുപോലെ 3ാം ലോക മഹായുദ്ധത്തിലോട്ട് ഈ ലോകം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കുറേ 2-3 രാജ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ അനുഭവിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത് തടയണമെന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് കഠിനമായ പരീക്ഷകൾ നേരിടേണ്ട ഒരു സമയം തന്നെയാണ്. അല്ലെങ്കിലും അത് തടയാൻ വേണ്ടി അവിടുത്തേക്ക് ഭരണാധികാരികൾ ചിലപ്പോൾ കഠിനമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സാധ്യതകൾ, അതായത് ഭരണാധികാരികൾ കഠിനമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ള സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയതെന്ന് പറഞ്ഞാൽ, കാലവൃക്ഷ ചാട്ടിലെ ലഗ്നം എന്ന് പറയുന്ന മേടമല്ലേ, ആ മേടത്തിലോട്ട് കുച്ചന്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഈ ലോകത്തൊക്കെ ഇങ്ങനെ വൈൽഡ് ഫയർ ഒക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ, യുദ്ധത്തിലൊക്കെ വലിയ വലിയ തീപിടുത്തങ്ങളും അങ്ങനെ തീ കൊണ്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ തീ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ചും ചന്ദ്രൻ ധനു, കുംഭം, മീനം, മേടൻ രാശികളിലോട്ട് വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. നാളെ, അതായത് ഓഗസ്റ്റ് 5-ാം തീയതി രാത്രിയിൽ, അന്ന് ചൊവ്വാഴ്ചയാണ്, അതുപോലെ ഗന്ധാണ്ഡം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. ഈ നേരത്തെ പറഞ്ഞതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. 3 ഗ്രഹങ്ങൾ ജലരാശിയിലും 3 ഗ്രഹങ്ങൾ വായുരാശിയിലും 2 ഗ്രഹങ്ങൾ അഗ്നിരാശിയിലുമാണ് നിൽക്കുന്നത് ഈ ചാർട്ടിൽ.
കുജൻ 6-ലാണ്, ഭൂരാശിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ണിടിച്ചിലുകളും ഭൂകമ്പങ്ങളും ഒക്കെ സൂക്ഷിക്കണമെന്ന് നമ്മൾ കൂടുതൽ സൂക്ഷിക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ ടുഡേ എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കാണാം എത്ര ഇങ്ങനെ നിരനിരയായിട്ട് 6-ൽ കൂടുതലൊക്കെയുള്ള ഭൂകമ്പങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് സംഭവിക്കുന്നത് കാണാൻ പറ്റും. കൂടുതലും ഒറ്റപ്പെട്ട ദ്വീപുകളിലൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ പോകുന്നത്. ഭയം കൂടുന്ന സമയമാണ്. അതുപോലെ തന്നെ പഴയ കെട്ടിടങ്ങളെല്ലാം ഉള്ളവർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. പുതിയതായാൽ പോലും കെട്ടിടങ്ങളിലൊക്കെ ഇടിഞ്ഞു വീഴുന്ന സാധ്യതകൾ കൂടുന്ന സമയമാണ്. അതുപോലെ ഭൂമിക്കടിയിൽ കിടക്കുന്നതൊക്കെ മുകളിലോട്ട് ഉയർന്നു വരുന്ന ഒരു സമയം കൂടിയാണ്. നമുക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടിയും ഭാരതത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് ആരാധനാലയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ.